ഹായ്, എല്ലാവർക്കും ഡിയോൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ടോ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ഇടയ്ക്ക് കറണ്ട് പോകുന്ന പ്രശ്നം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിപ്പോയി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഓടിപ്പോയി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് വീഡിയോ കാണണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പം എല്ലാവരും വായോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ആവശ്യമായിട്ടുണ്ട്. ഇതിപ്പം ഡിയോൺ കുട്ടനും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നില്ല. അത് അരിഞ്ഞിട്ടാൽ അവനത് ചേർക്കുമ്പോൾ അത് കടിക്കുമ്പോൾ അവൻ എരിവാന്ന് പറഞ്ഞ് പിന്നെ കഴിക്കില്ല. ഇത് രണ്ടുമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് പൊടികളും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കവടയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്നൊരു ഉപ്പും ചേർത്ത് ഈ ഉള്ളി ഒന്ന് തിരുമ്മി എടുക്കണം. ഞാനങ്ങനെ ഒരു ബൗളിലേക്ക് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കട്ടെ. അങ്ങനെ ഇതാ ഉള്ളിയും മുളകൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ആ ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ അന്നേരം ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടയൊന്ന്. അപ്പോൾ അതിലേക്ക് ഉള്ളിയുടെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി വരും. അതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ, ഞെരടിയെടുക്കണം. ഇതിലേക്ക് നിങ്ങൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഞാൻ ആ 2 സാധനങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് രണ്ടും ചേർക്കണം. ഇങ്ങനെ നന്നായിട്ട് ഉള്ളിയൊക്കെ ദാ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് പൊടികൾ ലേശം ചേർത്ത് കൊടുക്കും കേട്ടോ. ലേശം ഇതാ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് ഡിയോൺ കുട്ടന് പറ്റാത്തത് കൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഉള്ളിയും പൊടികളും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം കായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ലേശം കായപ്പൊടിയും കൂടെ ചേർത്തു. ഇനി കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാനിനി ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി കടലപ്പൊടി ചേർത്ത് ഇളക്കുമ്പം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചേർക്കണം കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ ഇത് കുഴച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഇതാ മാവൊക്കെ നല്ല ഇതായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിന് കലക്കിയെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കലക്കിയെടുത്തത്. ഇനി ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാക്കട്ടെ. അങ്ങനെ ഇതാ ഞാൻ ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ മാവുകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. ഈ ഒരളവിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറ്റ് പോകുന്ന പാകത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ മാവൊക്കെ ഇതാ ഇതിലേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ആദ്യം ഇടുന്നത് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ച് കിട്ടുന്ന നല്ല ബ്രൗൺ ഷെയ്ഡാക്കിയിരിക്കണം. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് വരാം. അങ്ങനെ ഇതാ പക്കോടയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതാ
ഇതെല്ലാം മൂത്തത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുവാണ് കേട്ടോ. ഡിയോൺ കുട്ടനാണ് കേട്ടോ ക്യാമറാമാൻ. ഡിയോൺ കുട്ടൻ ക്യാമറ പിടിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡിയോണാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് എടുത്തു. ഇനി ബാക്കിയുള്ള മാവുകളും കൂടി ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പക്കോടയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കുള്ള കടി റെഡിയാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.